നമ്മുടെ ഈ സൗരയൂഥത്തിലുള്ള ചില അജ്ഞാതമായ ഗ്രഹങ്ങളെ പറ്റിയുള്ള ആശയം പണ്ടു മുതൽക്കേ നിലനിന്നിരുന്നു. പല കാലഘട്ടങ്ങളിലുമായി വ്യത്യസ്തമായ ആശയങ്ങളാലും വ്യത്യസ്തമായ കാരണങ്ങളാലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ശാസ്ത്രലോകത്ത് നിറഞ്ഞു നിന്നിരുന്നു. സൂര്യന്റെയും മെർക്കുറിയുടെയും മധ്യത്തിലുള്ള, അതായത് പണ്ട് സൂര്യനിൽ നിന്നുമുള്ള ആദ്യ ഗ്രഹമായി പരിഗണിച്ചിരുന്ന വൾക്കൻ എന്ന ഗ്രഹവും അതിനുശേഷം ഭൂമിയിൽ നിരന്തരമായി വംശനാശങ്ങൾ സംഭവിക്കുന്നതിന്റെ കാരണമായി എന്ന് വിശ്വസിക്കുന്ന, സൗരയൂഥത്തിന്റെ തന്നെ അതിരിൽ നിലനിൽക്കുന്നു എന്ന് വിശ്വസിച്ച നെമസിസ് എന്ന ബ്രൗൺ ഡാർഫും സൗരയൂഥത്തിലെ 9ാമത്തെ ഗ്രഹമാണ് എന്ന് ഇന്നും വിശ്വസിക്കുന്ന പ്ലാനറ്റ് എക്സ് എന്ന വിഷയങ്ങളെല്ലാം ഇത്തരം ആശയങ്ങളാണ്. എന്നാൽ ഇത്തരം ആശയങ്ങൾക്ക് പുറമെ നമ്മുടെ സൗരയൂഥത്തിൽ ചൊവ്വാഗ്രഹത്തിനും ജുപ്പിറ്ററിനും ഇടയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന മറ്റൊരു ഗ്രഹമുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഫെയ്റ്റണും ഇതുപോലെ തന്നെ സൗരയൂഥത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു തിയറിറ്റിക്കൽ ഗ്രഹമായിരുന്നു. ഇത് ചൊവ്വാഗ്രഹത്തിനു ശേഷമുള്ള കൈപ്പർ ബെൽറ്റ് പോലത്തെ, അതായത് ചില ആസ്ട്രോയിഡ് പോലുള്ള വസ്തുക്കൾ നിലനിൽക്കുന്ന ഭാഗത്ത് നിന്നായി സൂര്യനെ വലയം ചെയ്യുന്ന ഗ്രഹമാണ് എന്നാണ് വിശ്വസിച്ചിരുന്നത്. ഇതിന്റെ എല്ലാം തുടക്കം 1781 വില്യം ഹെർഷൽ എന്ന ശാസ്ത്രജ്ഞൻ യുറാനസിനെ കണ്ടെത്തിയത് മുതലാണ്. കാരണം സൗരയൂഥത്തിൽ സാറ്റേൺ കഴിഞ്ഞാൽ ഇനിയൊരു ഗ്രഹമില്ല എന്ന് വിശ്വസിച്ചിരുന്ന ശാസ്ത്രലോകത്തിന് ഒരു വലിയ ഞെട്ടലായിരുന്നു ആ കണ്ടെത്തൽ. എന്നാൽ യുറാനസ് എന്ന ഗ്രഹത്തിന്റെ കണ്ടെത്തലിന് വലിയ സഹായമായത് ടൈറ്റസ് ബോർഡ് ലോ എന്ന മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് ആയിരുന്നു. ജർമ്മൻ ശാസ്ത്രജ്ഞനായിരുന്ന ജൊഹാൻ ഡാനിയൽ ടൈറ്റസും ജൊഹാൻ എലേർട്ട് ബോർഡും കൂടിച്ചേർന്നായിരുന്നു ഈ നിയമം കണ്ടുപിടിച്ചത്. പുതിയതായി കണ്ടെത്തിയ യുറാനസും ടൈറ്റസ് ബോർഡ് ലോ കൃത്യമായി പാലിച്ചിരുന്നു. ടൈറ്റസ് ബോർഡ് ലോ എന്നാൽ സൂര്യനിൽ നിന്നും നിലനിൽക്കുന്ന ഗ്രഹങ്ങളിൽ അവയുടെ സ്ഥാനമനുസരിച്ച് അവയുടെ ദൂരം കൃത്യമായി ഇരട്ടിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെയെങ്കിൽ മാർസിനും ജുപ്പിറ്ററിനും ഇടയിൽ ഒരു ഗ്രഹം നിലനിൽക്കേണ്ടതുണ്ട്. ഈ ഒരു ആശയമായിരുന്നു പിന്നീട് ഫെയ്റ്റൺ എന്ന ഗ്രഹത്തിന്റെ തേടലിന് കാരണമായത്. അങ്ങനെ സൂര്യനിൽ നിന്നും ശരിക്കും 5ാമതായി നിലനിൽക്കുന്ന ഗ്രഹത്തെ പല ഗവേഷകരും തേടാൻ തുടങ്ങി. ഒടുവിൽ 1801 ഒരു ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനായ പിയാസി സൂര്യനിൽ നിന്നും വളരെ മങ്ങിയ പ്രകാശത്തിൽ ഒരു വസ്തു മെല്ലെ പോകുന്നതായി കണ്ടെത്തി. പിന്നീടുള്ള അദ്ദേഹത്തിന്റെ പഠനത്തിൽ നിന്നും അത് വളരെ ചെറിയ വസ്തുവാണെന്നും ആ വസ്തുവിനെ നമ്മൾ തേടുന്ന സൂര്യനിൽ നിന്നുമുള്ള 5ാമത്തെ ഗ്രഹമാണെന്നും ഉറപ്പിച്ചു. അദ്ദേഹം ആ ഗ്രഹത്തിന് സിറീസ് എന്ന പേര് നൽകി. മാത്രമല്ല സിറീസ് ടൈറ്റസ് ബോർഡ് ലോ കൃത്യമായി പാലിക്കുകയും ചെയ്തിരുന്നു. ഏകദേശം 41 കോടി കിലോമീറ്റർ അകലെ നിന്നുമാണ് സിറിസിനെ കണ്ടെത്തിയത്. എന്നാൽ കൃത്യം 1 വർഷത്തിനു ശേഷം ഇതേ സിറിസിന്റെ ഓർബിറ്റിനോട് ചേർന്ന് മറ്റൊരു ഗ്രഹത്തെ കൂടി ഗവേഷകർ കണ്ടെത്തി. ഇതിനെ പല്ലാസ് എന്നാണ് പേരിട്ടിരുന്നത്. പക്ഷേ അവിടെ നിന്നും ഇതേ ഗണത്തിൽപ്പെടുന്നതും ഇതേ ഓർബിറ്റിൽ നിന്നുമായി ഗ്രഹങ്ങളുടെ കണ്ടെത്തലിന്റെ പരമ്പര തന്നെ ഗവേഷകർ നടത്തി. അതിൽ നിന്നുമായി 1804 ജൂണോ എന്ന ഗ്രഹത്തെയും 1807 വെസ്റ്റ എന്ന ഗ്രഹവുമെല്ലാം ഈ ലിസ്റ്റിൽ പെടുന്നവയാണ്. ഈ കണ്ടെത്തലിന്റെ എല്ലാം ഫലമായി സൗരയൂഥത്തിൽ ആ സമയത്ത് ഏകദേശം 11ഓളം ഗ്രഹങ്ങളായി. ഇത്രയും കുഞ്ഞൻ ഗ്രഹങ്ങളെ ഒരേ സ്ഥലത്ത് കണ്ടെത്തിയപ്പോൾ തന്നെ ശാസ്ത്രജ്ഞന്മാർക്ക് അന്ന് തോന്നിയിരുന്നു ഈ ഗ്രഹങ്ങളെല്ലാം മറ്റേതെങ്കിലും ഒരു ഗണത്തിൽ പെടുത്തേണ്ടവയാണ് എന്ന്. പക്ഷേ ടൈറ്റസ് ബോർഡ് ലോ കൃത്യമായി പാലിക്കുന്നത് കൊണ്ട് തന്നെ പല ഗവേഷകരും അത് ഗ്രഹമാണ് എന്ന് തന്നെ വിശ്വസിച്ചിരുന്നിരിക്കണം. സൗരയൂഥത്തിൽ 8ാമതായി ഒരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുന്നു. അതായിരുന്നു നമ്മുടെ നെപ്റ്റ്യൂൺ. പക്ഷേ നെപ്റ്റ്യൂൺ അതിന്റെ ഭ്രമണപഥത്തോടൊപ്പം തന്നെ നെപ്റ്റ്യൂൺ ടൈറ്റസ് ബോർഡ് ലോ പാലിക്കുന്നുണ്ടായിരുന്നില്ല. ടൈറ്റസ് ബോർഡ് ലോ പ്രകാരം സൗരയൂഥത്തിലെ 8ാമത്തെ ഗ്രഹമായ നെപ്റ്റ്യൂൺ നിലനിൽക്കേണ്ടിയിരുന്നത് ഏകദേശം 600 കോടി കിലോമീറ്റർ അകലെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാം നെപ്റ്റ്യൂണിനെ കണ്ടെത്തിയത് ഏകദേശം 400 കിലോമീറ്ററിന് അകലെ നിന്നുമാണ്. അപ്പോഴാണ് ഗവേഷകർ മനസ്സിലാക്കുന്നത് ടൈറ്റസ് ബോർഡ് ലോ മൂലമുണ്ടായ പ്രശ്നങ്ങളെ പറ്റി. പിന്നീട് ടൈറ്റസ് ബോർഡ് ലോ യാഥാർത്ഥ്യമായ കാര്യമല്ല എന്ന് ശാസ്ത്രലോകം മനസ്സിലാക്കി.
അങ്ങനെ അന്ന് നാം കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹങ്ങളെ പിന്നീട് ആസ്ട്രോയിഡുകൾ എന്ന ഗണത്തിലേക്ക് മാറ്റുകയും അവ കൂടുതലായി കാണപ്പെടുന്ന ഭാഗത്തെ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നും ശാസ്ത്രം വിളിച്ചു പോന്നു. അപ്പോൾ ഈ ആസ്ട്രോയിഡുകളെല്ലാം സൗരയൂഥത്തിലേക്ക് എവിടെ നിന്നാവാം വന്നിട്ടുണ്ടാവുക?